ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണേ. വിറകടുപ്പിൽ മൺകലം വെച്ചിട്ടായാലോ നമുക്ക് ഇന്നത്തെ മോരുകറി. കുമ്പളങ്ങ കറി ഒന്ന് കുറുകി വരാനായിട്ട് നമുക്കൊരു 3-4 ചെറിയ ചേമ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങയുടെ കൂടെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. കുമ്പളങ്ങ ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് അതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള മോര് ഒഴിച്ചു കൊടുക്കാം. കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പൊഴിച്ചതിന് ശേഷം നമ്മുടെ കറി ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇതിലേക്കായിട്ട് നമുക്ക് വെളിച്ചെണ്ണ, കടുക്, ഉലുവ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് കറിവേപ്പിലയും അല്പം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്യാബേജ് തോരൻ ഉണ്ടാക്കാം. ക്യാബേജ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതിലേക്കൊരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു ക്യാരറ്റിൻ്റെ കഷ്ണം കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം, കടുകിട്ട് പൊട്ടിക്കാം, കറിവേപ്പില, നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്യാബേജും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും തേങ്ങയൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വെന്ത് വന്നിട്ടുള്ള ക്യാബേജിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇളക്കി കൊടുക്കാം. നമ്മുടെ ക്യാബേജ് തോരനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. പയർ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള നന്നായി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുകിട്ട് പൊട്ടിക്കാം, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം സവാളയൊന്ന് വഴറ്റിയെടുക്കാം. വഴഞ്ഞു വന്ന സവാളയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറും ക്യാരറ്റും കിഴങ്ങും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടരച്ചൊരു ചമ്മന്തി കൂടി ആയാലോ. ഉണക്കമുളക് കനലിലിട്ടൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ, ചെറിയ ഉള്ളി, പുളിങ്ങ, ചുട്ടെടുത്ത മുളകും കൂടെ നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ചമ്മന്തിയും റെഡിയായി. ഇനി നമുക്ക് മീനും കൂടെ വറുത്തെടുക്കാം. മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കറിവേപ്പില വെച്ച് കൊടുത്തു. ഇനി നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം. മീനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഓംലേറ്റും കൂടെ ആയാൽ നമ്മുടെ പൊതിച്ചോറിലേക്കുള്ള വിഭവങ്ങളെല്ലാമായി. ഇനി നമ്മുടെ പൊതിച്ചോറ് നമുക്ക് പൊതിഞ്ഞെടുക്കാം. വാഴയില നന്നായി വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെൻറ്ററിലായിട്ട് നല്ല കുത്തരിച്ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാബേജ് തോരൻ വിളമ്പി, മെഴുക്കുവരട്ടി വിളമ്പി, ചുട്ടരച്ച ചമ്മന്തി വെച്ചു, പൊരിച്ചെടുത്ത മീൻ അതിൻ്റെ സൈഡിലായിട്ട് വെച്ചു. ഇനി നമുക്ക് മോരുകറി ഒഴിച്ചു കൊടുക്കാം. സൈഡിലായിട്ട് നമ്മുടെ ഓംലേറ്റും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഭംഗിയിലൊന്ന് മടക്കിയെടുക്കാം. ഇപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ അടിപൊളി ഒരു പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കൂടെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.